ന്യൂസുമായി അമൃത ആശുപത്രിയിൽ. മനസ്സലിവില്ലാതെ സഹോദരിമാർ. വീണ്ടും അമൃതയെ കൊത്തി വലിക്കുന്ന വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന സഹോദരിമാരെയാണ് നമുക്ക് ആശുപത്രിയിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ കാണും വിവേകിനെ കാണാൻ നമ്മുടെ സഹോദരിമാരെ പോയ പുറകെ തന്നെ നമ്മുടെ ആ സഹോദരിമാരെ കാണുവാൻ നമ്മുടെ അമൃതയും പോകുന്നുണ്ട്. ശേഷം നമ്മുടെ വിവേകിന് എന്ത് പറ്റി എന്നുള്ളൊരു അന്വേഷണത്തിൽ തന്നെയാണ് നമ്മുടെ അഖിലയും അനഘയും ആതിരയും ആരാധ്യയും ഒക്കെ. അപ്പം അവർ പറയുന്നുണ്ട് വിവേകേട്ടന് ആരെങ്കിലും ശത്രു ഉണ്ടാകും, അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ചയിലാണ്, ചൂടുപിടിച്ച ചർച്ചയിലാണ്. അപ്പോഴാണ് നമ്മുടെ അമൃത അവിടേക്ക് കടന്നു വരുന്നത്. ശേഷം അമൃത പറയുന്നുണ്ട് തന്നെ എന്താ പറയുക മഹേന്ദ്രൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് വിവേക് ഇങ്ങനെയൊക്കെ ചെയ്തത്, വിവേകിന് അങ്ങനെ പറ്റിയ അപകടമാണ് ഇതൊക്കെ നമ്മുടെ അമൃത വഴി നമ്മുടെ സഹോദരിമാർ അറിയുകയും അപ്പം തുടങ്ങി നമ്മുടെ അനഘ അപ്പം തുടങ്ങും, ചേച്ചി കാരണമാണല്ലേ വിവേക് ഈ അവസ്ഥയിലായത്, എന്താണെന്ന് വിവേകിനെ അന്ന് ആ ഒരു വീട്ടിൽ നിന്ന് മാട്ടിയിറക്കി വിട്ടത് വലിയ ഷോ ആയിരുന്നല്ലോ, ഇപ്പം എന്തായി വിവേക് വേണ്ടി വന്നോ ചേച്ചിയെ രക്ഷിക്കാൻ, ഇത് ചേച്ചിയുടെ പുതിയ അടവാണ്, പുതിയ നാടകമാണ്, വിവേകിനെ കൊല്ലാക്കൊല ചെയ്തപ്പോൾ ചേച്ചിക്ക് സമാധാനമായല്ലോ, വിവേകിനെ മനഃപൂർവ്വം കുഴിയിൽ ചാടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനഘ നമ്മുടെ അമൃതയെ നിർത്തി പൊരിക്കുന്നുണ്ട്. അവസാനം അമൃത ആ ഒരു പിടയുന്ന മനസ്സുമായി ആ ആശുപത്രി പടിയിറങ്ങുന്നൊരു രംഗം തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്രയൊക്കെ അപകടത്തിൽ ചെന്ന് പെട്ടിട്ട് നമ്മുടെ സഹോദരിമാർക്ക് ഒരു മാറ്റവുമില്ല, ഒരു മനസ്സലിവ് പോലുമില്ല. ആ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ പോലും സ്വന്തം ചേച്ചിയുടെ വില മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ സഹോദരിമാർ. എന്തൊരു കഷ്ടമാണല്ലേ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, എപ്പോഴെങ്കിലും ഇവർ ആ ഒരു സ്വന്തം ചേച്ചിയുടെ ആ ഒരു നല്ല മനസ്സ്, ആ ഒരു നന്മ മനസ്സ് മനസ്സിലാക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.